തമിഴ്നാട് അതിർത്തിയായ കുമളിയിൽ തമിഴ്നാട് സർക്കാർ നിർമ്മിച്ച പുതിയ ബസ് സ്റ്റേഷൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 3 പതിറ്റാണ്ടുകാലത്തെ പ്രദേശവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. ഗ്രാമവികസന വകുപ്പ് മന്ത്രി ഐ. പെരിയസ്വാമി, ഗതാഗത വൈദ്യുതി വകുപ്പ് മന്ത്രി ശിവശങ്കർ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കുമളിയിൽ തമിഴ്നാട് ഭാഗത്ത് മതിയായ ബസ് സ്റ്റേഷൻ സൗകര്യമില്ലാത്തതിനാൽ റോഡരികിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതായിരുന്നു ഇതുവരെയുള്ള പതിവ്. ഇത് കുമളിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു. ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ പാതയിലെ ദുരിതത്തിനാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വർക്ക്ഷോപ്പ് നിന്നിരുന്ന സ്ഥലത്ത് 5.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ ബസ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാമവികസന വകുപ്പ് മന്ത്രി ഐ. പെരിയസ്വാമി, ഗതാഗത വൈദ്യുതി വകുപ്പ് മന്ത്രി ശിവശങ്കർ എന്നിവർ ചേർന്ന് പുതിയ ബസ് സ്റ്റേഷൻ നാടിനായി സമർപ്പിച്ചു. 18 വാണിജ്യ സമുച്ചയങ്ങൾ, വിശാലമായ യാത്രക്കാരുടെ വിശ്രമമുറി, ആധുനിക രീതിയിലുള്ള ശുചിമുറി സമുച്ചയങ്ങൾ, വാഹന പാർക്കിംഗ് സൗകര്യം, ബസ്സുകൾക്കായി ചെറിയ തോതിലുള്ള വർക്ക്ഷോപ്പ് എന്നിവയോടുകൂടി ആധുനിക ബസ് സ്റ്റേഷനാണ് കുമളിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. 30 വർഷമായുള്ള ജനങ്ങളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് ഉദ്ഘാടന സമയത്ത് മന്ത്രിമാർ പറഞ്ഞു. വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും അത്യാധുനിക സൗകര്യങ്ങളോടെ ബസ് സ്റ്റേഷൻ പൂർത്തിയാക്കാൻ സാധിച്ചതിന്റെ സന്തോഷമുണ്ടെന്നും പൊതുമുതൽ വൃത്തിയായി സംരക്ഷിക്കാൻ എല്ലാവരും சககரிக்கணும்னு மந்திரி ஐ. பெரியசாமி പറഞ്ഞു. ஒரு 30 ஆண்டுகால கோரிக்கையாக பொதுமக்கள் வைத்திருந்த இந்த கோரிக்கை மாண்புமிகு முதலமைச்சர் அவருடைய ஆணைப்படி நிறைவேற்றப்பட்டிருக்கிறது. கேரள மாநில எல்லையில் அமைந்திருக்கின்ற இந்த பகுதியில் இந்த பேருந்து நிலையம் இல்லாமல் பல்வேறு சிரமங்களுக்கு ஆளாகியிருந்தனர். இன்றைக்கு தங்குமறையுடன் கூடிய இந்த பேருந்து நிலையம் அமைக்கப்பட்டிருக்கிறது. அதே போல ஆண்கள் பெண்கள் இந்த பகுதியிலே பயணிக்கக்கூடியவர்களுக்கு கழிவறை வசதியும் ஏற்பாடு செய்யப்பட்டிருக்கிறது. எனவே തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗ്, കമ്പം MLA-മാരായ രാമകൃഷ്ണൻ ആണ്ടിപ്പെട്ടി, MLA മഹാരാജൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി.